അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. ചോക്കാട് നെല്ലിയമ്പാടം ആദിവാസി ഉന്നതിയിലെ കിണർ ഇനിയും ആസ്തി രജിസ്റ്ററിൽ ചേർക്കാത്തതിനെതിരെ വാർഡംഗം KT മജീദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2 പതിറ്റാണ്ട് കാലത്തോളമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കുടിവെള്ള പദ്ധതി. പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ തകരാറിലായത് പരിഹരിക്കാൻ ഫണ്ട് നീക്കിവെച്ചത് ലാപ്സാകാൻ സാധ്യത. പലതവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് ചിലവഴിച്ച ആദിവാസി ഉന്നതിയിലെ കിണർ പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയമ്പാടം ആദിവാസി ഉന്നതിയിലെ കിണർ ആസ്തി രജിസ്റ്ററിൽ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പർ KT മജീദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആദിവാസികൾ മുൻ വാർഡംഗം KT സലീനയുടെ നേതൃത്വത്തിൽ നേരത്തെ ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു. രേഖകൾ ഹാജരാക്കിയാൽ രജിസ്റ്ററിൽ ചേർക്കാമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് സെക്രട്ടറി. അതേസമയം നേരത്തെ സർക്കാർ ഫണ്ട് ചിലവഴിച്ച് നിർമ്മിച്ച പദ്ധതിയാണിത്. പലതവണ റിപ്പയർ നടത്തുകയും ചെയ്തതിനെക്കുറിച്ച് വ്യക്തത നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കുടിവെള്ള പദ്ധതിയുടെ റിപ്പയറിംഗിന് ഗ്രാമപഞ്ചായത്ത് 2.5 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ ഫണ്ട് ലാപ്സാകുമെന്ന ആശങ്കയിലാണ് ആദിവാസികൾ. പൈപ്പ് കേടുവരാത്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആണ്ട് കീപ്പട്ടുള്ളതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഈ ഇരുമിന്റെ പൈപ്പ് ഉണ്ടല്ലോ, അതൊക്കെ പറ്റ ഒടിഞ്ഞങ്ങാണ്ട് തൂങ്ങിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ വെള്ളം അതിലടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് അടിക്കും, ഫുൾ ടൈം അടിക്കലില്ല. വെള്ളം നിൽക്കൂല പൈപ്പില്. അടിച്ചുമ്പോ കാണും, പിന്നെ കുറെ കഴിയുമ്പോ പിന്നെ വെള്ളമില്ല. ഇപ്പൊ രാവിലെ ഇപ്പൊ 3ാമത്തെ വട്ടം അടിക്കുന്നത്. 5000 ലിറ്റർ വെള്ളല്ലേ? അതല്ലേ അതിന്റെ അപ്പുറത്താക്കണ ആ മുകളിൽ ഡബ്ബർ. ശരിക്കിന് ഒരു 3 മണി വരെ വെക്കണം അതിൽ വെള്ളം. പിന്നെ 5 മണിക്ക് ഒരു അടി അടിച്ചുള്ളൂ. അന്ന് ഈ പൈപ്പൊക്കെ ക്ലിയർ ആയി കൊണ്ടുവന്നപ്പോ ഇപ്പൊ അതിൽ കഴിയില്ല. വെള്ളത്തിന്റെ പ്രശ്നം തന്നെ, പൈപ്പ് പൊട്ടുക. അല്ല, ഇവിടെ പകുതി പൈപ്പുകളും പൊട്ടിയിട്ട് വെള്ളം നല്ലോണം പോണ്ട് പൈപ്പിൽ നിന്നൊക്കെ. അപ്പൊ ആദ്യമൊക്കെ ഒരു ടാങ്ക് അടിച്ചാൽ മതിയായിരുന്നു വെള്ളത്തിന്. പക്ഷെ ഇപ്പൊ 4-5 ടാങ്ക് അടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വെള്ളത്തിന്. കുടിവെള്ള പദ്ധതിയുടെ കിണർ ആസ്തി രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായത് അധികൃതരുടെ പിടിപ്പുകേട് മൂലമാണെന്ന് ആദിവാസികൾ കുറ്റപ്പെടുത്തി. ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 1-ലധികം തവണ ഫണ്ട് ചിലവഴിച്ച് കുടിവെള്ള പദ്ധതി നിർമ്മിക്കുകയും മറ്റു പ്രവൃത്തികൾ നടത്തുകയും ചെയ്ത കിണറാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഈ പദ്ധതിയുടെ പൈപ്പ് ലൈനുകളെല്ലാം തകരാറിലായിട്ടുണ്ട്. റിപ്പയറിംഗിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയ ഘട്ടത്തിലാണ് ആസ്തി രജിസ്റ്ററിൽ നിന്ന് കിണർ അപ്രത്യക്ഷമായ വിവരം അറിയുന്നത്. കുടിവെള്ളത്തിനായി മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുകയാണ് നെല്ലിയമ്പാടത്തുകാർ. പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം നിരവധി കുടുംബങ്ങളാണ് പ്രയാസത്തിലായത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നെല്ലിയമ്പാടത്തെ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.